നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നമുക്ക് ഇന്നൊരു കരിമീൻ കണമ്പ് കാളാഞ്ചി, അതായത് ഫിഷുകളിലെ ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ള 3 മീനുകളാണ്. അതിൽ ഏറ്റവും ടേസ്റ്റ് ആയിട്ട് നിൽക്കുന്ന കാളാഞ്ചി, അത് മാർക്കറ്റിൽ പോയി നമ്മൾ സെലക്ട് ചെയ്ത് ഫ്രഷ് ആയിട്ട് ചാവാത്ത കാളാഞ്ചീനെ പിടിച്ചിട്ടു. മീൻ മേടിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, അത് ഏറ്റവും ഫ്രഷ് ആയിട്ടിരിക്കുന്നുണ്ടോ അത്രയും ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കത് ടെസ്റ്റ് അത് ഫ്രഷ് ആണോ അല്ലെന്ന് അറിയാനായിട്ട് നമുക്ക് ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. അതിൻ്റെ ചെതമ്പലുകൾ അല്ലെങ്കിൽ അതിൻ്റെ സ്കിൻ ഏറ്റവും നല്ല ഗ്ലേസ്ഡ് ആയിരിക്കും, കണ്ണ് തിളങ്ങുന്ന കണ്ണായിരിക്കും. അതേപോലെ ചെകിള് പൊടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചെകിള് നല്ല റെഡിഷ് കളറായിരിക്കും. അത് കളർ മാറിയിട്ടുണ്ടോ അതിന് പഴക്കമുണ്ട്. നമ്മളെ ഡിഷിൻ്റെ പേരെന്നറിയാം, മീൻ പാൽത്തുള്ളി. അത് തേങ്ങാപ്പാൽ വരുന്ന ഒരു ഡിഷ് ആയതുകൊണ്ട് തന്നെയാണ് പാൽത്തുള്ളി എന്ന് വന്നിരിക്കുന്നത്. പാല്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. വളരെ സിമ്പിളാണ്, ഒക്കെ നമ്മൾ വീട്ടിൽ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് വെച്ച് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ മീൻ ഓൾറെഡി നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മീൻ നമ്മളിവിടെ വെച്ചോ. ഇനി കാളാഞ്ചി കിട്ടിയിട്ടില്ലെങ്കിൽ കരിമീൻ, ചെമ്പല്ലി, അതുപോലെ പുഴമീൻ ഏതും ഇതിന് ബെസ്റ്റാണ് ഈ കൂട്ടിന്. അപ്പോൾ നമുക്ക് ഇതിനെ നല്ലൊരു മസാല ഉണ്ടാക്കിയിട്ട് യെസ്, നമ്മൾ ഇതിൻ്റെ മസാല ഉണ്ടാക്കാൻ പോകുന്നത്, ആദ്യം നമ്മൾ കുറച്ച് ചെറിയ ഉള്ളി, ക്ലീൻ ചെയ്ത ചെറിയ ഉള്ളി ഇടുന്നു. ഓക്കെ, ഇതിലേക്ക് നമ്മൾ പച്ച കുരുമുളക്, അത് മിക്കയിടത്തും കിട്ടും. പച്ചക്കുരുമുളക് കിട്ടിയിട്ടില്ലെങ്കിലും ഉണക്കക്കുരുമുളക്, പച്ചക്കുരുമുളക്. അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെയാണ്. ഉണക്കക്കുരുമുളകിൻ്റെയും പച്ചക്കുരുമുളക് രണ്ട് ടേസ്റ്റിലാണ്. ഇതിലേക്ക് കറിവേപ്പില, കുറച്ച് കറിവേപ്പില ഇടുന്നു. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളിയും കൂടെ മിക്സ് ചെയ്ത് നമ്മളിടുന്നു. പിന്നെ നമ്മൾ അതിൻ്റെ ഇടാൻ പോകുന്നത് എല്ലാം മിക്സായിട്ട് ഇടാം. ഒരു സ്റ്റേജിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, റൈറ്റ്? അപ്പം നമുക്ക് അടുത്ത് ചെയ്യാൻ പോകേണ്ടത് മഞ്ഞൾപ്പൊടി ഇടാം. കുറച്ച് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. ഇനി ആവശ്യത്തിന് ഉപ്പിടുക. ഇനി നമുക്ക് കുറച്ച് ചെറുനാരങ്ങ കൂടെ, നാരങ്ങ അല്ലെങ്കിൽ നാടൻ ചൊറുക്ക, അത് കിട്ടിയാലും ഓക്കെയാണ്. ചെറുനാരങ്ങ ഒഴിച്ചു. ഇനി ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം അല്ലേ? യെസ്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പം അരച്ച് ഈ സ്പെഷ്യൽ മസാല നമ്മളുടെ കാളാഞ്ചിനെ ഞങ്ങൾ കുളിപ്പിക്കുക. അപ്പോൾ നമ്മളുടെ കാളാഞ്ചിന് നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നേരെ ഫ്രിഡ്ജിലേക്ക് വെക്കാം അല്ലേ? കുറച്ച് നേരം ഫ്രിഡ്ജിലേക്ക് വെക്കാം. മസാല ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഉള്ളിലേക്കൊക്കെ അതിൻ്റെ ഫീല് കിട്ടും. മീനെടുത്തോ. നമ്മുടെ പാൻ ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കുക്ക് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് കറിവേപ്പിലയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് ഇങ്ങനെ ചെയ്താൽ അതിൻ്റെ ഫ്ലേവർ കിട്ടും. പിന്നെ ചില മീനുകളൊക്കെ ഫ്രഷ് ആയിട്ട് മീൻ വരുമ്പോൾ പെട്ടെന്ന് സ്റ്റിക്കി ആവും. ആ സ്റ്റിക്നെസ്സും ഒഴിവാക്കാനായിട്ട് ഈ പരിപാടി എളുപ്പമാവും. അപ്പോൾ ഇത് ഏകദേശം ഒരു 10-15 മിനിറ്റോളം നമ്മൾ എന്ത് ചെയ്യാം, സ്ലോ കുക്കിംഗ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ബനാന ലീഫിലൊക്കെ റാപ്പ് ചെയ്ത് കഴിയും. ഓക്കെ, അതെ. അപ്പം നമ്മുടെ ഫിഷ് ഒരു സൈഡ് കുക്കായിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, മറിച്ച് ടേൺ ചെയ്യാം. അടിപൊളി കളറ്, ഇതാണ് ഗോൾഡൻ ബ്രൗൺ. ഇനി ഒരു സൈഡും കൂടെ നന്നായിട്ട് കുക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി പരിപാടികൾ നോക്കാം അല്ലേ? വാഴയിലൊക്കെ ഇട്ട് പൊള്ളിച്ച് എടുക്കാം. അപ്പോൾ നമ്മുടെ മീൻ ഏകദേശം ഒരു 90% കുക്കായിട്ടുണ്ട്. അത്രേ ആവുള്ളൂ. ബാക്കി നമ്മൾ എന്ത് ചെയ്യാം, വാഴയില എടുത്തിട്ടുണ്ട്. മാറ്റിക്കോ. ഇതിങ്ങനെ വാഴയിലയിൽ ജസ്റ്റ് ഒന്ന് വാട്ടി, നേരത്തെ നമ്മൾ കുറച്ച് മസാല ബാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, അത് നമുക്കിപ്പോൾ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വാഴയില റെഡിയായി. ഇതിങ്ങനെ വെച്ച് ഇതിലേക്ക് ഞാൻ എന്ത് ചെയ്യും, നേരത്തെ മസാല കുറച്ച് അധികം വേണ്ട, കുറച്ച് മതി. കാരണം നമ്മൾ ബാക്കിയുള്ളത് കൊണ്ട് നമ്മൾ ഇതിനകത്ത് ഇടുന്നു.
നേരത്തെ ബാക്കിയുള്ള മസാല ഇവിടെ നമ്മൾ തേക്കാൻ പോണ്. രണ്ട് സൈഡിലും തേച്ചു. എന്നിട്ട് നമുക്ക് ഒരു കാര്യം, അതിൻ്റെ ഒരു കുറച്ച് തേങ്ങാപ്പാൽ. ഇതാണ് പാൽത്തുള്ളി. ഈ തുള്ളണം അതിൻ്റെ അകത്ത് പാലൊഴിച്ചിട്ട് ഇതൊക്കെ ജസ്റ്റ് ഒഴിച്ചു കൊടുക്കുക. കട്ടിയുള്ള പാലൊഴിക്കുന്നു. തേങ്ങാപ്പാൽ ഓവറായിട്ടൊന്നും വേണ്ട, കുറച്ച് മതി. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലൂടെ ഇട്ട്, കുറച്ച് കുരുമുളകൂടെ ഇട്ട് ആകുമ്പോൾ പൊടിച്ച് മതി. പിന്നെ നേരെ എന്ത് ചെയ്യും, നമ്മൾ കവർ ചെയ്യും. ഇതിൻ്റെ കൂടെ നമ്മൾ അടിപൊളി ഒരു ഓണിയൻ സലാഡ് ഇവിടെ ചെയ്യുന്നുണ്ട്. ലച്ച ഓണിയൻ, ഒരു നോർത്ത് ഇന്ത്യൻ സലാഡാണ്. പക്ഷെ നമ്മൾ ചെയ്തിരിക്കുന്ന ഡിഷ് സൗത്ത് ഇന്ത്യൻ. അപ്പോൾ രണ്ടും കൂടെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും. അടിപൊളി. ഈ കുക്കാവുന്ന സമയം കൊണ്ട് നമ്മൾ ഒരു സലാഡ് ഇറക്കാൻ പോണ്. ഒരു നോർത്ത് ഇന്ത്യൻ സലാഡ്, ലച്ച ഓണിയൻ. അത് ഭയങ്കര കോമ്പിനേഷൻ ആയിരിക്കും. ഇത് സൗത്ത് ഇന്ത്യൻ ഫുഡും നോർത്ത് ഇന്ത്യൻ സാലഡും കൂടെ. അതിന് കുറച്ച് ഓണിയൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുരുമുളക് പൊടി നമ്മളിട്ടു. കുറച്ച് കാശ്മീരി ചില്ലി പൗഡറാണ് കുറച്ചിട്ട് പോകുന്നത്. അതിലേക്ക് നമുക്ക് ബ്ലാക്ക് സോൾട്ട് നമ്മൾ മലയാളത്തിലെ വെടിയുപ്പ് എന്ന് പറയും. കൂടുതലും നോർത്ത് ഇന്ത്യൻ ഡിഷുകളിലാണ് വെടിയുപ്പ് ബ്ലാക്ക് സോൾട്ട് ചേർക്കുന്നത്. ഒരു സ്പെഷ്യൽ ആരോമാറ്റിക് ആണ്. ഇത് ചാറ്റ് മസാല, കുറച്ച് ചാറ്റ് മസാല ഇട്ട്, പിന്നെ കുറച്ച് സോൾട്ട്, കുറച്ച് ലെമൺ ജ്യൂസ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് ചോപ്പ് ചെയ്ത മല്ലിയിലൂടെ ഇടാം. നമ്മളെ സൂപ്പർ സ്പൈസി ലച്ച സാലഡ് റെഡി ആയിട്ടുണ്ട്. ആ ഫിഷ് ഒന്ന് ടേൺ ചെയ്തിട്ടോ. മീൻ പാൽത്തുള്ളി ലച്ച സാലഡ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പ്ലേറ്റ് ചെയ്യാം. ഓക്കെ. ഇനി നമ്മൾ എന്താ പറയുക, ചാർക്കോൾ വെച്ചു, ലേശം ഗീ ഒഴിക്കുന്നു. ജസ്റ്റ് വാഴയില കൊണ്ട് തന്നെ നമ്മളൊന്ന് കവർ ചെയ്യും. ആ സ്മോക്കി ഫ്ലേവറൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് പാൽത്തുള്ളി മീൻ. അതാ ഇത് ഇല്ലേ, ഈ സാലഡൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് കഴിക്കണം. അടിപൊളി. ആ സ്മോക്കി ഫ്ലേവറും ആവിയിലൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ. സൂപ്പറാണ്. എല്ലാവരും ട്രൈ ചെയ്യണത്.